അണ്ടങ്ങളുടെ ക്വാളിറ്റി നന്നാക്കാൻ പറ്റുമോ? അണ്ടങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ അതിന്റെ സംഖ്യ കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അണ്ടങ്ങളും ബീജങ്ങളും രണ്ടും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന രണ്ട് ചെറിയ ജീവനാണ്. ഇത് രണ്ടും കൂടിയിട്ടാണ് ഭ്രൂണം എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു ജീവൻ ഉണ്ടാവും. ബീജങ്ങളുടെ പ്രശ്നം നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ കൊടുത്തിട്ട് കൗണ്ടിലും അനക്കത്തിലും ആരോഗ്യത്തിലും നന്നാക്കാൻ പറ്റും. അതിനെ പ്രശ്നമുള്ള കാരണങ്ങൾ മാറ്റി നന്നാക്കാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ അണ്ടങ്ങൾ പോലെ ബീജങ്ങൾ വൃഷണത്തിൽ ഉള്ളതല്ല, അത് പുതുതായിട്ട് ഉണ്ടായി വരുന്നതാണ്. എല്ലാ ദിവസവും ഒരു ചെടി മുളച്ചു വരുന്ന മാതിരി വൃഷത്തിനുള്ളിൽ നിന്ന് ബീജങ്ങൾ ഉണ്ടാവുകയാണ്. പക്ഷെ അണ്ടങ്ങൾ അങ്ങനെയല്ല. സ്ത്രീകൾ ജനിക്കുമ്പോൾ അവരുടെ അണ്ടാശയം ഒരു കൊട്ട പോലെ, അതിൽ നിന്ന് അണ്ടങ്ങൾ ഒരു സ്ഥിരം ഫിക്സ് നമ്പറായിട്ട് അവർ ജനിക്കുന്നു. അതിൽ നിന്ന് അണ്ടങ്ങൾ അവർ എല്ലാ മാസവും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. ഈ അണ്ടങ്ങളുടെ ക്വാളിറ്റീനെ നമുക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല, സംഖ്യ ഒരിക്കലും കൂട്ടാൻ പറ്റില്ല. അണ്ടങ്ങളുടെ സംഖ്യ എപ്പോഴും കുറയുള്ളൂ. അതിന്റെ അർത്ഥം അത് ഒരിക്കലും ഒരേപോലെ നിൽക്കുകയില്ല, കൂടുകയില്ല. എപ്പം പീരിയഡ്സ് ആകുമ്പോൾ മാത്രം, എല്ലാ മാസവും പീരിയഡ്സ് ആവുന്ന സമയത്ത് മാത്രമല്ല അണ്ടങ്ങൾ നശിച്ചു പോകുന്നു, എല്ലാ ദിവസവും അണ്ടങ്ങൾ ഇല്ലാതെ ആവുന്നുണ്ട്. പക്ഷെ അതിലെ ഏറ്റവും നല്ല ഒരു അണ്ടമാണ് മുന്നോട്ട് വന്ന് അണ്ടോത്പാദന സമയത്ത് പൊട്ടുന്നത്. ഈ അണ്ടങ്ങളെ നമുക്ക് നല്ലോണം ഉപയോഗിച്ച് വേഗം പ്രഗ്നൻസി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ചാൻസസ് ഏറ്റവും കൂടിയിരിക്കുന്ന 19 തൊട്ട് 35 വയസ്സിന്റെ ഉള്ളിൽ ട്രൈ ചെയ്യാം. ആ സമയത്ത് ക്വാളിറ്റി ഓഫ് എഗ്സ് നന്നായിരിക്കും, ക്വാണ്ടിറ്റിയും നന്നായിരിക്കും, പക്ഷെ ക്വാളിറ്റിയാണ് നമുക്ക് കൂടുതൽ വിലപ്പെട്ടത്. പ്രായം കൂടുതലനുസരിച്ച് എന്ന് വെച്ചാൽ ഒരു 35 വയസ്സ് വരെയുള്ള പ്രായത്തിനെക്കാട്ടും ഒരു 40 വയസ്സ് വെച്ച് കണക്കാക്കി നോക്കിയാൽ ആ സമയത്ത് അണ്ടങ്ങളുടെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. ഇല്ലാതല്ല, ഒട്ടുമില്ലാന്നല്ല, കുറഞ്ഞിട്ടുണ്ടാവും. 40 കഴിയുമ്പോൾ ഈ ക്വാളിറ്റി കുത്തനെ കുറയും. അതെല്ലാവർക്കും ഒരേപോലെ കുറഞ്ഞോളന്നില്ല. പക്ഷെ ആ കുറഞ്ഞ ക്വാളിറ്റിയിലെ അണ്ടങ്ങളെ പിന്നെ നന്നാക്കാൻ പറ്റില്ല. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പ്രഗ്നൻസി ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് മാത്രം. പക്ഷെ ഒരു മരുന്ന് കാരണവും ഇതുകൊണ്ട് നമുക്കിതിനെ നന്നാക്കാൻ പറ്റില്ല. ഇതിനെ നശിപ്പിക്കുന്ന കുറെ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത അണ്ടാശയത്തിൽ നിന്ന് സിസ്റ്റുകൾ പിന്നെയും എടുത്തു കളഞ്ഞു, ഓപ്പറേഷൻ ചെയ്ത് കുറെ കരിയിക്കേണ്ടി വന്നു, കുറെ ക്യാൻസർ തെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, ഇതിലൊക്കെ അണ്ടാശയത്തിൽ അണ്ടങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് പറ്റാവുന്നതും ഓപ്പറേഷൻസ് ഒക്കെ നീട്ടിവെച്ച് മെഡിസിൻസ് വെച്ച് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നേരത്തെ കൃത്യസമയത്തിന് പ്രഗ്നന്റ് ആവുകയാണ് നല്ല അണ്ടങ്ങൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല വഴി. താങ്ക് യു.